welcome back to my YouTube channel Goofy with Karu. ഓക്കെ, ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഒരു Q&A സെഷനാണ്. ഞാൻ വീഡിയോ ചെയ്തിട്ട് കുറച്ച് നാളായി. ഭയങ്കര ബിസി ആയിരുന്നു, ഓഫീസിൽ പോകണം, പ്രഗ്നൻസി റിലേറ്റഡ് ഇഷ്യൂസ് അങ്ങനെയൊക്കെ. പക്ഷെ ഇടയ്ക്ക് സമയം കിട്ടിയാൽ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ മടി പിടിച്ചിരിക്കാൻ പാടില്ല. നമ്മളെ തന്നെ എന്തെങ്കിലും കാര്യം ആലോചിച്ച് മുന്നോട്ട് പുഷ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഗോപു ആർജെ, അതായത് നമ്മുടെ ഒരു കസിനാണ്. നമ്മൾ വീട്ടിൽ ചിന്നു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരി ഇപ്പോൾ എറണാകുളത്താണ്, ഹസ്ബൻഡിൻ്റെ ഒപ്പം എറണാകുളത്താണ്. പുള്ളിക്കാരി എന്നെ ചോദിക്കുന്നു കുഞ്ഞൻ എന്നാ പറയുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ബേബിയുടെ കേസ് പറയുകയാണെങ്കിൽ ബേബി ഇപ്പം ഇടയ്ക്കൊക്കെ കിക്ക് ചെയ്യാറൊക്കെ ഉണ്ട്. കിക്ക് ചെയ്യേണ്ട ഇൻ ദ സെൻസ് നമ്മളിപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ കാതോർത്തിരിക്കില്ലേ, ഓ വാവ അനങ്ങൂ, വാവേ അനങ്ങൂ എന്നൊക്കെ പറഞ്ഞാൽ ആ കുട്ടി അനങ്ങൊന്നുമില്ല. ഞാൻ വല്ല മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ആരോടെങ്കിലും സീരിയസ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും വയറ്റിൻ്റെ തുറന്ന് ഈ കുട്ടി ഇങ്ങനെ തകർന്നാളൊന്നില്ല. അങ്ങനെയുള്ളൊരു കൊച്ചാണ് എൻ്റെ കൊച്ച്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അലീറ്റ ഡേവിസ് ആണ്. അലീറ്റ ഡേവിസ് ഓഫീസിൽ എൻ്റെ കലീഗാണ്, മാത്രമല്ല എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളിൽ ഒരാളും കൂടെയാണ് പുള്ളിക്കാരി ചോദിച്ചിരിക്കുന്നത് ചർമ്മകാന്തിക്ക് ശുശ്രൂഷ എന്താണ്? ചർമ്മകാന്തിയെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു പ്രഗ്നൻസി ഗ്ലോയിനെ പറ്റി. പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ സുന്ദരിയായി അങ്ങ് അറ്റമാവും എന്നൊക്കെ. എവിടെ പ്രഗ്നൻസി ഗ്ലോ? എവിടെ? എനിക്ക് പ്രഗ്നൻസി ഗ്ലോ ഒന്നും കാണുന്നില്ല കേട്ടോ. പക്ഷെ എന്നാലും എന്നെ കൊണ്ടാവുന്ന രീതിക്ക് ഞാൻ ചർമ്മകാന്തി ശുശ്രൂഷിക്കാറൊക്കെ ഉണ്ട്. എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യാനുള്ള സമയം കിട്ടാറില്ലെങ്കിലും എൻ്റെ സൗന്ദര്യം ഞാൻ സൂക്ഷിക്കണമല്ലോ. അങ്ങനെ അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 3 ചോദിച്ചിരിക്കുന്നത് ആമീദ് സൺഷൈൻ. പുള്ളിക്കാരി ഒരു പൊളി വ്ളോഗറാണ് കേട്ടോ. പുള്ളിക്കാരിക്ക് ഒരു യൂട്യൂബ് ചാനലും ഉണ്ട്, ഇൻസ്റ്റഗ്രാം പേജും ഉണ്ട്. ഞാൻ അഡ്മയർ ചെയ്യുന്ന കുറച്ച് പേഴ്സണാലിറ്റീസിൽ ഒരാൾ ഈ വ്യക്തിത്വം തന്നെയാണ്. ഞാൻ സിപ്ലാജി എന്നാണ് വിളിക്കുന്നത്. ശില്പാനെ സിപ്ലാജി എന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പം സിപ്ലാജി ചോദിച്ചിരിക്കുന്നത് 3 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, ഹൗ ഇസ് പ്രഗ്നൻസി ട്രീറ്റിംഗ് യു സോ ഫാർ? വാട്ട് ഈസ് യുവർ കറന്റ് ഫീലിംഗ് ആൻഡ് ഹൗ മച്ച് എക്സൈറ്റഡ് ആർ യു? ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട 3 ഭയങ്കര ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻസിലൊന്ന് ഇതാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയുകയാണെങ്കിൽ ഹൗ ഇസ് യുവർ പ്രഗ്നൻസി ട്രീറ്റിംഗ് യു സോ ഫാർ? ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ വാവ് എന്ന് പറയുമ്പോൾ എൻ്റെ പെർസ്പെക്റ്റീവിൽ പ്രഗ്നൻസിക്ക് 2 സൈഡുണ്ട്. പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. ഫസ്റ്റ് പോസിറ്റീവ് സൈഡിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ആദ്യം പറയേണ്ടത് പ്രിവിലേജ്. ഇപ്പോൾ ഒരിടത്ത് ചെല്ലുമ്പോഴത്തേക്ക് ആൾക്കാർ സ്നേഹത്തോടെ അയ്യോ സൂക്ഷിച്ച് നടക്കുക, അല്ലെങ്കിൽ നമ്മളെ പിടിച്ചു പോകാൻ കുറച്ച് പേര് ഒപ്പം വരിക, അല്ലെങ്കിൽ ഇങ്ങനെ ക്യൂവിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ നിന്നോളൂ എന്ന് പറയണേ. അതായത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഒരു പൊതുസ്ഥലത്ത് ചെല്ലുമ്പോൾ കസേരയൊക്കെ തന്നിട്ട് ഇരുന്നോ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഭയങ്കര നല്ല ഫുഡ് കഴിക്കണേ എന്നൊക്കെ എല്ലാവരും വിളിച്ച് പറയുന്നത്, അതൊക്കെ ഭയങ്കര സ്നേഹത്തോടെ എല്ലാവരും ഇടപെടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ്, ഭയങ്കര പ്രിയോറിറ്റി ഒക്കെ തരുമ്പോൾ. പക്ഷെ ഒരു സൈഡ് ആലോചിക്കുമ്പോൾ നമുക്ക് 1 മാസം കഴിയുമ്പോൾ ഇതെല്ലാം പോവില്ലേ എന്നാലോചിക്കുമ്പോൾ ഒരു സങ്കടമുണ്ട് അല്ല. പക്ഷെ അതൊക്കെ ജോക്ക് സൈഡ്. എന്നാലും നമുക്കിപ്പോൾ ഇമ്പോർട്ടൻസ് തരേണ്ട സമയത്ത് നമുക്ക് എല്ലാവരും ഇങ്ങനെ പാമ്പർ ചെയ്ത ഇമ്പോർട്ടൻസും സ്നേഹവും ഒക്കെ തരുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം തന്നെയാണ്. അടുത്ത കേസ് എന്ന് പറയുമ്പോൾ ഡ്രസ്സിൻ്റെ കേസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ഡ്രസ്സ് എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല. അപ്പം ഇങ്ങനെ അലമാരടിക്ക് പറക്കുന്ന സമയത്ത് ഈ ഡ്രസ്സൊക്കെ നോക്കിയിട്ട് ഞാൻ മറ്റേ ന്യാപകം എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഭയങ്കര വിഷമവും വരും. ഇപ്പം കാരണം വലിയ ഡ്രസ്സൊക്കെ അല്ലേ ഇടാൻ പറ്റും, അങ്ങനത്തെ ഒരു സങ്കടമുണ്ട്. പിന്നെ ഉണ്ട് ബേബി കേക്ക്സ് ശരിക്കും ഭയങ്കര സന്തോഷമുള്ളവർ. ബേബി കിക്ക് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവരും വിളിച്ച് കാണിക്കാനൊക്കെ ഭയങ്കര എനിക്കിഷ്ടമാണ്. ചിലപ്പോൾ എൻ്റെ സ്വഭാവമുള്ള കുട്ടിയാണ് എൻ്റെതെന്ന് എനിക്ക് നല്ലോണം മനസ്സിലായി. കാരണം ഞാൻ ഉറങ്ങി കിടക്കുമ്പോൾ ഈ കുട്ടി ഒരേ ഡാൻസ് ഒക്കെയാണ് തന്നെയാണ്. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ ഒരു സങ്കടമുണ്ട്, എൻ്റെ 2-3 അടുത്ത സുഹൃത്തുക്കളുടെ കല്യാണം ഈ ഒരു ടൈം ഗ്യാപ്പിലാണ് വരുന്നത്. ഞാൻ എൻ്റെ ഡെലിവറി അടുത്തിരിക്കുന്ന സമയത്ത്, ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത്, ആ സമയത്തൊക്കെയാണ് വരുന്നത്. അതിന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമമുണ്ട്. കാരണം ഞാൻ ആസ് എ പേഴ്സൺ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യേണ്ട 3-4 കല്യാണമായിരുന്നു. അപ്പോൾ അതെനിക്ക് പോകാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമമുണ്ട്. പിന്നെ ഒന്നെന്ന് പറയുന്നത് വാട്ട് ഈസ് യുവർ കറന്റ് ഫീലിംഗ്? സന്തോഷം തന്നെയാണ്. കുറച്ച് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടെങ്കിലും ഒരു സന്തോഷമുള്ളൊരു സമയം തന്നെയാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഹൗ മച്ച് എക്സൈറ്റഡ് ആർ യു? എക്സൈറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്കും അത്
അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞൂടാ. അപ്പോൾ ഈ ബേബി ഈ വാവ എങ്ങനെ ഇരിക്കും കാണാൻ? എന്നെ പോലെ ഇരിക്കുമോ, അല്ലോ ഹസ്ബൻഡിനെ പോലെ ഇരിക്കുമോ, ആരുടെ സ്വഭാവമായിരിക്കും, ബോയ് ആയിരിക്കുമോ, ഗേൾ ആയിരിക്കുമോ, ഇതൊക്കെ നമുക്ക് എപ്പോഴും മനസ്സിൽ പോകുന്ന ഒരു കാര്യം. അടുത്തത് നമ്മുടെ ഒരു അനീതി തന്നെയാണ്, സുരഭി എസ് നായർ. പുള്ളിക്കാരി ചോദിച്ചേക്കുന്നത് ഓണല്ലേ എന്നാണ്. യെസ്, അഫ്കോഴ്സ് ഞാൻ ഭയങ്കര ഓണാണ്. വീട്ടുകാരും ഭർത്താവും കൂടി ഇത് എങ്ങനെ ഓഫാക്കും എന്നാലും വെച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയല്ല, എന്തായാലും ഓണാണ്. മൂഡ് സ്വിങ്സ് ഒക്കെ വരാറുണ്ട്, ചിലപ്പോൾ ദേഷ്യം സങ്കടമൊക്കെ ചുമ്മാ ആവശ്യമില്ലാതെ വരാറുണ്ട്. പക്ഷെ എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാനത് മറന്ന് ഫുൾ ഓണായിട്ട് തിരിച്ച് വരാറുമുണ്ട്. അപ്പം ഫുൾ പവർ മൂഡ് ഓൺ. അടുത്തത് ചോദിച്ചിരിക്കുന്നത് മീനാക്ഷി ആനന്ദ്. മീനാക്ഷി ആനന്ദും ഓഫീസില് വർക്ക് വേയില് എന്റെ തൊട്ടടുത്തിരിക്കുന്ന കൊച്ചാണ്. എന്നാലും എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എപ്പിടി ഇറക്ക് ചെല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ரொம்ப നല്ല ഇറക്ക് ചെല്ലോ, അതായത് ഭയങ്കര നന്നായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം തന്നെ പ്രഗ്നൻസി ആ ഒരു ഫേസ് ഒരു സ്പെഷ്യൽ ഫീലിംഗ് തന്നെയാണ്. അതിലൂടെ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന ആ ഒരു ജേർണി ഇപ്പം എൻ്റെ തീരാറായി. ഇതിൻ്റെ അടുത്ത് വരുന്ന കാര്യങ്ങൾ ആലോചിച്ച് ആ ഒരു എക്സൈറ്റ്മെന്റിലിരിക്കുന്നത്. അടുത്തത് എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് തന്നെയാണ് രാജശ്രീ. രായപ്പൻ എന്നാണ് ഞാൻ വിളിക്കുന്നത്. രാജശ്രീ എന്നോട് സുന്ദരി എന്ന് എന്തോ പോണം. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വൈശാഖ് മോനാണ്. വൈശാഖിനെ നമ്മൾ വൈശാഖ് മോൻ എന്നാണ് വിളിക്കുന്നത്. എൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ തന്നെയാണ് വൈശാഖ് മോൻ. വൈശാഖ് മോൻ ചോദിച്ചിരിക്കുന്നത് ആർ യു സന്തൂർ മമ്മി? ഓ സാറേ, എന്താ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? ആർ യു സന്തൂർ മമ്മി എന്ന് ചോദിച്ചാൽ യെസ് എനിക്ക് സന്തൂർ മമ്മി ആവാൻ തന്നെയാണ് ആഗ്രഹം. പിന്നെ എന്താ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? എന്റെ ഈ ചായം, എന്റെ സുസ്കന്തി, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുക. എപ്പോഴും നമ്മൾ സങ്കടം വന്നാലും കുറച്ച് കഴിയുമ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. എന്തെങ്കിലും എന്നെ സംബന്ധിച്ച് എനിക്കൊരു കുഞ്ഞു കാര്യം മതി, ഞാൻ ഭയങ്കര ഹാപ്പിയാവും. ചെറിയ കാര്യം കിട്ടിയാലും ഞാൻ ഭയങ്കര ഹാപ്പിയാവും. അപ്പം അങ്ങനെ ആവാൻ ശ്രമിക്കുക. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു പെട്ടെന്നുള്ളൊരു വീഡിയോ ആയിരുന്നു ഇത്. എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എല്ലാവർക്കും ഭയങ്കര താങ്ക് യു. ഒരു ക്വസ്റ്റ്യൻ പോലും വരില്ല എന്ന് തന്നെ വിചാരിച്ചു. എന്നാലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഭയങ്കര താങ്ക് യു. എനിക്ക് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസിൽ സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ഞാൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യുക. നമുക്ക് ഇനിയും വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.